താടിയുള്ള മീശ വെട്ടിയൊതുക്കിയ ഒരു മനുഷ്യൻ വന്ന് പറയുകയാണ്, ഞാൻ പ്രധാനമന്ത്രിയെ കൊല്ലും, അദ്ദേഹത്തിന്റെ തല അർക്കും, അത് വെള്ളിയാഴ്ചയായിരിക്കും ഞാൻ അത് ചെയ്യുന്നത് എന്ന് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് മലയാളത്തിൽ പറയുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ജനം ചാനൽ അത് റിപ്പോർട്ട് ചെയ്യാത്തത്? ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇതാണത്. നരേന്ദ്രമോദിയെ മൈര എന്റെ തല അർക്കടാ, കള്ള കൊലയാടി മോനെ, എന്റെ തല വിട്ടടാ, വെള്ളിയാഴ്ച ദിവസം എന്റെ തല വിട്ടിരിക്കടാ. ഓക്കെ, ഇത് ഒരുപാട് സംഘപരിവാർ പ്രൊഫൈലുകൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അവര് ഇത് ഷെയർ ചെയ്തുകൊണ്ട് ഒരുപാട് മുസ്ലിങ്ങളെ തെറിവിളിക്കുന്നുണ്ട്, മുസ്ലിം സമുദായത്തെ, ആ കമ്മ്യൂണിറ്റിയൊക്കെ ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ ജനം ചാനൽ എന്തുകൊണ്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യാത്തത്? ജനം ചാനൽ തിരക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു മുസ്ലിം അല്ല, ഇയാൾ പരപ്പനങ്ങാടി സ്വദേശി മിഥുൻ ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ പ്രധാനമന്ത്രിയുടെ തല വെട്ടും എന്ന് പറയുന്നത് ജനം ചാനലിന് വാർത്തയല്ല. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തത്, ഞങ്ങൾ പ്രധാനമന്ത്രിയെ വല്ലാതെ സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനം ചാനലിന് പരപ്പനങ്ങാടി സ്വദേശി മിഥുൻ പ്രധാനമന്ത്രിയെ കൊല്ലും എന്ന് പറഞ്ഞാൽ അതെന്താണ് വാർത്തയാകാത്തത്? ഇതെങ്ങാനും ഒരു മുസ്ലിം ആയിരുന്നു ചെയ്തിരുന്നതെങ്കിൽ എന്തായിരിക്കും കഥ? ജനം ചാനലിലെ അന്നേ ദിവസം മുഴുവൻ ഈ വാർത്തയായിരിക്കും നിറഞ്ഞു നിൽക്കുന്നത്. വൈകുന്നേരം ദിവസത്തെ ഡിബേറ്റുകളെല്ലാം ഈ വാർത്തയായിരിക്കും. ഒരു ജിഹാദി ഇതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് പറഞ്ഞു, കേരളം കണ്ടില്ലേ അപകടത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരും. ഇപ്പോൾ മിഥുൻ ആയതുകൊണ്ട് വാർത്തയില്ല, പ്രശ്നമില്ല, ചർച്ചയില്ല, ഒന്നുമില്ല. ഈ മിഥുനും ഇത്തരത്തിൽ വീഡിയോ ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള മുസ്ലിം വെറുപ്പാണ്. അദ്ദേഹം താടി നീട്ടി വളർത്തി, മീശ ഒതുക്കി, വെള്ളിയാഴ്ച ദിവസം കൊല്ലുമെന്നൊക്കെ പറയുമ്പോൾ അതൊരു മുസ്ലിമാണ് പറയുന്നത് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. അയാളുടെ ഉള്ളിലുള്ള മുസ്ലിം വെറുപ്പാണ് അദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് മിഥുന്മാർ നമ്മുടെ കേരളത്തിൽ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരുപാട് മിഥുന്മാരെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് ജനം ചാനൽ എന്ന് പറയുന്നത്. നമ്മൾ മലയാളികൾ ഇനിയും ഇതിനെതിരെ ജാഗ്രത പാലിച്ചില്ല എങ്കിൽ നമ്മുടെ കേരളം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു മണ്ണായി മാറും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം.